ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, കോയിൻസ്ബിറ്റ് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. 15,000 രൂപ വരെ വിലമതിക്കുന്ന 2000 കോയിൻസാണ് അവരിപ്പോൾ ഫ്രീ ആയിട്ട് തരുന്നത്. ജൂലൈ 9 ആ ഒരു സമയത്താണ് ഈ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന കോയിൻ നിങ്ങളൊന്ന് മൈനിങ് ചെയ്ത് വെക്കുക. ഈ ഒരു കോയിൻ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് KYC വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ അകത്ത് 2000 കോയിൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള കോയിൻസൊക്കെ നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്ത് വെക്കാൻ നോക്കുക. നാളെ ഇതിൻ്റെ റേറ്റൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോയിൻ കളക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് KYC വെരിഫിക്കേഷൻ ചെയ്യുന്നത്, അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കോയിൻസ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതായത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഈ ഒരു കോയിൻ ആരും തന്നെ മിസ് ചെയ്യാതിരിക്കുക. ജെന്യൂൻ ആയിട്ടുള്ള കോയിനാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ റേറ്റ് നമുക്ക് കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുക. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങൾക്കിവിടെ കൺഫേം പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ കൺഫേം കൊടുക്കുക. അതായത് നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു പാസ്വേഡ് ഒന്നുകൂടി ഇവിടെ എൻ്റർ ചെയ്യുക. ശേഷം താഴെയായിട്ട് കാണുന്ന ഈ ഒരു ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നിങ്ങളൊരു ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഉദാഹരണത്തിന് ഞാനിവിടെ വലതുവശത്തായിട്ട് കാണിച്ചു തരാം. ടിപ്സ് വേൾഡ് എന്നാണ് ഞാൻ പാസ്വേഡ് കൊടുക്കുന്നത്. T നമ്മൾ ക്യാപിറ്റൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്മോൾ ലെറ്റർ എൻ്റർ ചെയ്തിട്ടുണ്ട്. ടിപ്സ് വേൾഡ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എൻ്റർ ചെയ്യണം. ഒന്നുകിൽ ഹാഷ് അല്ലെങ്കിൽ അറ്റ്, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നിങ്ങൾ ആ ഒരു പാസ്വേഡിൽ എൻ്റർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ പാസ്വേഡും ഇമെയിൽ IDയും കൊടുത്തതിന് ശേഷം താഴെയായിട്ട് കാണുന്ന ഈ ഒരു അഗ്രി ബട്ടൺ അമർത്തുക. താഴെ കാണുന്ന രജിസ്റ്റർ ബട്ടൺ അമർത്തുക. അതിനുശേഷം നമുക്കിവിടെ ഒരു വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പസിൽ പോലെ കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ വലതുവശത്തേക്കൊന്ന് നീക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഭാഗം ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള പാസ്വേഡും ഇമെയിലും വെച്ചിട്ട് നിങ്ങളിവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള മെയിൽ IDയിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു മെയിൽ ID നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് നമുക്ക് മെയിൽ വന്നിട്ടുണ്ട്, കൺഫർമേഷൻ ഇമെയിൽ. അതിനായിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് ഇമെയിൽ വന്നിട്ടുണ്ട്, കോയിൻസ്ബിറ്റ് കൺഫർമേഷൻ ഇമെയിൽ. ആ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൺഫേം ഇമെയിൽ എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്തത് ആ ഒരു ബ്രൗസർ ഒന്ന് സെലക്ട് ചെയ്യുക. മുകളിലായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായിട്ട് കാണുന്ന ഈ ഒരു ലോഗിൻ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്തിട്ട് നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ഒന്നുകൂടി ഇവിടെ എൻ്റർ ചെയ്യുക. ശേഷം ലോഗിൻ ബട്ടൺ അമർത്തുക. വീണ്ടും നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഒരു വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പസിൽ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരു OTP നിങ്ങളുടെ ഇമെയിലിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് OTP കാണാൻ സാധിക്കും. ആ ഒരു OTP നിങ്ങളൊന്ന് എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വെബ്സൈറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ വലതുവശത്തായിട്ടുള്ള ഈ ഒരു 3 ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും യൂസർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ ആദ്യത്തെ ഓപ്ഷനിൽ കാണാൻ സാധിക്കും പ്രൊഫൈൽ. അതിന് നേരെയായിട്ട് ചുവപ്പ് കളറിൽ നിങ്ങൾക്ക് കാണാം അൺവെരിഫൈഡ്. വെരിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ KYC ഇതിൻ്റെ അകത്തേക്ക് കംപ്ലീറ്റ് ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 കോയിൻസ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ റെഡ് മാർക്ക് മാറിയിട്ട് നിങ്ങൾക്ക് അവിടെ പച്ച നിറത്തിൽ വെരിഫൈഡ് എന്നുള്ള ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. KYC കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ
നമുക്ക് കാണാൻ സാധിക്കും ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ. അതിന് താഴെയായിട്ട് ഇവിടെ നീല നിറത്തിൽ കാണാം വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ സിറ്റിസൺ ആണോ അല്ലെങ്കിൽ അതർ കൺട്രീസ് ആണോ. നിങ്ങളുടെ ഇന്ത്യൻ സിറ്റിസൺ സെലക്ട് ചെയ്യാം. KYC വെരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ പാൻ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും. അതിനുശേഷം നിങ്ങളുടെ ഒരു സെൽഫി ഫോട്ടോ ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. സെൽഫി ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ COINSBIT.in എന്ന് എഴുതി വെക്കണം. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ അതിൻ്റെ കൂടെ വെച്ചിട്ട് വേണം ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്. ആ സെൽഫിക്കകത്ത് നിങ്ങളുടെ ഫേസ് കൃത്യമായിട്ട് തന്നെ കാണണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടുള്ള ആ ഒരു പേപ്പറും അതിൻ്റെ കൂടെ നിങ്ങളുടെ ID കാർഡും ആ ഒരു ഫോട്ടോയിൻ്റെ അകത്ത് ഉണ്ടാവണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളിവിടെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഫസ്റ്റ് നെയിം നിങ്ങളുടെ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം കൊടുക്കുക. ശേഷം മിഡ് നെയിം അത് ഓപ്ഷനാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് നമുക്ക് കാണാം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ മന്ത് കൊടുക്കുക, ഇയർ കൊടുക്കുക, ജെൻഡർ നിങ്ങൾ കൊടുക്കുക, മെയിൽ ആണെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അതിനുശേഷം ഇവിടെ അഡ്രസ്സ് കൊടുക്കാനുണ്ട്. നിങ്ങളുടെ വീട്ടുപേര് കൊടുക്കുക, അതുപോലെ സ്ട്രീറ്റ് കൊടുക്കുക. താഴെയായിട്ട് സിപ്പ് കോഡ് കാണാം, നിങ്ങളുടെ പോസ്റ്റൽ കോഡാണ്. അതിനുശേഷം താഴെയായിട്ട് ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെ സിറ്റി സെലക്ട് ചെയ്യാം. നിങ്ങൾ എവിടെയാണോ, കണ്ണൂരാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിറ്റിയിലാണോ. അഡ്രസ്സ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഒരു നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും, ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ പാൻ കാർഡും. ആദ്യത്തെ ഓപ്ഷനിൽ ആധാർ കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് പേജാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യാനായിട്ട് ആഡ് ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഗാലറിയിൽ നിന്നും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് അപ്ലോഡ് ചെയ്യാം. ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് ഇവിടെ കൺഫേം എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു കൺഫേം ബട്ടൺ അമർത്തുക. അതിനുശേഷം വീണ്ടും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ ബാക്ക് പേജ് കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആധാർ കാർഡിൻ്റെ. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആഡ് ഫയൽ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ആധാർ കാർഡിൻ്റെ ബാക്ക് പേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ബാക്ക് പേജും ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന കൺഫേം എന്നുള്ള ബട്ടൺ നിങ്ങൾ അമർത്തുക. അപ്പം ആധാർ കാർഡ് അവിടെ വെരിഫൈ ആയിട്ടുണ്ട്. ശേഷം താഴെയായിട്ട് കാണുന്ന പാൻ കാർഡ് എന്നുള്ള ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പാൻ കാർഡിൽ നിങ്ങൾ ഏത് പേരാണ് കൊടുത്തത് ആ ഒരു പേര് ഇവിടെ എൻ്റർ ചെയ്യുക. പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വീണ്ടും പാൻ കാർഡ് ഏത് ടൈപ്പാണെന്ന് നിങ്ങൾ എൻ്റർ ചെയ്യുക. ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെയായിട്ട് കാണുന്ന ഈ ഒരു നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഇവിടെ നമുക്ക് പാൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഫ്രണ്ട് പേജ് മാത്രമേ നമുക്ക് പാൻ കാർഡിന് ആവശ്യമുള്ളൂ. അതിനായിട്ട് ഇവിടെ ആഡ് ഫയൽ നേരത്തെ സെലക്ട് ചെയ്തതുപോലെ തന്നെ ആഡ് ഫയൽ സെലക്ട് ചെയ്യുക. ഗാലറിയിൽ നിന്നും നിങ്ങളുടെ പാൻ കാർഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ശേഷം താഴെയായിട്ട് കാണുന്ന കൺഫേം ബട്ടൺ അമർത്തുക. അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സെൽഫി ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. സെൽഫി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സെൽഫി എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ COINSBIT.in എന്ന് എൻ്റർ ചെയ്യണം, അതായത് എഴുതി വെക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡാണോ അല്ലെങ്കിൽ പാൻ കാർഡാണോ ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റെ കൂടെ ഹോൾഡ് ചെയ്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ആ വൈറ്റ് പേപ്പറിൻ്റെ അകത്തായിട്ട് നിങ്ങൾ ആ ഒരു കാർഡ് വെക്കണം. എന്നിട്ട് വേണം നിങ്ങൾ സെൽഫി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക്. അപ്പം അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഇവിടെ ആഡ് ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെയായിട്ട് കാണുന്ന ഈ ഒരു കൺഫേം ബട്ടൺ അമർത്തുക. അല്പം നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് ഇവിടെ വരുന്നതായിരിക്കും. നമ്മുടെ KYC വെരിഫിക്കേഷൻ പെൻഡിങ്ങിലാണ്, പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ അല്പം നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ആക്റ്റീവ് ആവും. അല്ല എന്നുണ്ടെങ്കിൽ 1-2 ദിവസം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലൊരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിലെ KYC വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക.
KYC വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ വരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് എന്നിട്ട് വെരിഫൈഡ് ആണെങ്കിൽ വെരിഫൈഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ല എന്നുണ്ടെങ്കിൽ റിജക്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി അപ്ലോഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാലാണ് ഇതുപോലെ റിജക്റ്റ് ആവുന്നത്. ഇനി വെരിഫൈഡ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള യൂസർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് നേരത്തെ കണ്ടത് റെഡ് ലൈനിലായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വെരിഫൈഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസിൽ വരിക. നിങ്ങൾ വെരിഫൈഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു 2000 കോയിൻ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൻ എന്നുള്ള ഓപ്ഷൻസ്, ഇവിടെ 2000 കോയിൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1000 കോയിൻ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിലുള്ള 3 ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ റെഫറൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് റെഫറൽ ബോണസ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. നാളെ ഈ ഒരു കോയിന് വില കൂടിക്കഴിഞ്ഞാൽ നമുക്കത് സെല്ലൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.